കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു. അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതും നമ്മൾ രക്ഷപ്പെട്ടു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിസ്റ്റർ എന്നാ പറഞ്ഞു, ഇത്രയധികം സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. അപ്പോഴും നമ്മൾ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഈ തീയതി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടന്നത്? അർജന്റീന ഒരു മത്സരിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി. ഈ തീയതിയിലെ പ്രഖ്യാപനത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരുന്നു. ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ട് പോരായിരുന്നു. എന്തിനായിരുന്നു ഈ ഒരു അതിപ്പോൾ അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതൊരു പൊതുവേദിയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല. ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം. അതിൽ 4 വിൻഡോകളിൽ ഒന്നുള്ളത് നവംബറിലാണ്, പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ ഉള്ളത്. അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു സ്റ്റേഡിയം നിർമ്മാണം, അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അയാൾ. അപ്പോൾ അതുകൂടി കാണണം. അല്ലാതെ ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണ്ട. നമ്മൾ നോക്കൂ, ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിലൊരു കളി വരുന്നതിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ, പത്രങ്ങളിലൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്കോളയിലുള്ള കളി, അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ട്. ഇവിടെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഫയുടെ കളി തന്നെയാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളെ അടുത്തുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യണ്ട. അല്ല, നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തണമെന്നാണ്. മാർച്ചിൽ അവർ ഓഫറുണ്ട്. ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ്, എത്ര $1 മില്യൺ. അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിയിട്ട് നമുക്ക് പറയാലോ ശരി എന്ന് പറയാലോ. പക്ഷെ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത്. ഞങ്ങൾ ആ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കളിക്കില്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, അത് നടക്കില്ല, ഞങ്ങൾ പണം തിരിച്ചു വരാമെന്ന് പറയാം. പക്ഷെ അതല്ല നമ്മൾ പറയുന്നത്. അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ 2 ദിവസം കൂടി കഴിയട്ടെ, അധിക വർഷം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിലയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകൾ അയക്കുകയാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ എന്ത് മേശ മാറ്റുമെന്ന് പറഞ്ഞോ? ഞാൻ എന്താ പറയും? ഇയാൾ പറയും. ഞാൻ പറഞ്ഞു പറയും, ഇയാൾ പറയും. അല്ലല്ല നോക്കൂ, ഞാൻ പറഞ്ഞെന്താ, ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയാണല്ലോ തീരുമാനിച്ചുള്ളത്. ഇനി 2 കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ. അത് നടക്കും ചെയ്യും. 2 ദിവസം സമയം വേണം, അതാണ് പ്രശ്നം. നോക്കൂ, ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഇതിൻ്റെ ഞാനൊരു തർക്കത്തിനില്ല. സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു. അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു, പോലീസിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു. അതോടൊപ്പം തന്നെ LSTD, ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ 20 ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 ദിവസം വൈകിട്ടുണ്ട്, 1-2 ദിവസം വൈകിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയുള്ളൊരു പ്ലസ് പോയിൻ്റ് ശനിയും ഞായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ അപേക്ഷ അവർ വെക്കും. അവരും വന്ന് പരിശോധിച്ച് പോയതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കുറേ ആയാലും ഇതിൻ്റെ തുടങ്ങിയിട്ട് ഈ കളി നടക്കും. ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചോ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അതിനെന്ത് വില കൊടുത്തും അത് നടത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടക്കുന്നത്.
അത് അതേ രീതിയിൽ തന്നെ ചെയ്യും. നവംബറിൽ തന്നെ നടക്കും. സ്റ്റേഡിയം ചോദിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാൻ സ്പോൺസറാണ്. ആ ചോദ്യം ചോദിക്കാൻ ചെയ്തിരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പോൾ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ എൻ്റെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഈ സ്റ്റേഡിയം നവീകരണം തന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പോൾ തർക്കിക്കാൻ വരുന്നില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. മനസ്സിലായി? എന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ ഞാനതല്ല. ഞാൻ സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ, ആ സ്പോൺസർ പറഞ്ഞെന്താ, നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും, ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളത്? അതിനല്ലേ പറയുന്നത്. പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? അപ്പം ഇതാണ് അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ. ഇനിയിപ്പോൾ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണതിന് ഉത്തരം പറയാൻ എൻ്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ. ഞാൻ പറയും അല്ല, നോക്ക്, ഈ പറയുമ്പോൾ നീ ഒരു കാര്യം അറിയിക്കും. നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ? നിങ്ങൾ കണ്ടെത്താൻ മറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും.